വിദ്യാർത്ഥികളെ, +2 സോഷ്യോളജിയുടെ മോഡൽ പരീക്ഷയുടെ എക്സാം കഴിഞ്ഞു. നിങ്ങൾ നന്നായി എഴുതിയിട്ടുണ്ടാകും. കാരണം വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സാമാണ് ഇന്ന് നടന്ന സോഷ്യോളജിയുടെ പരീക്ഷ എന്നാണ് മനസ്സിലാവുന്നത്. എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ള പഞ്ചായത്ത് രാജ്, സംസ്കൃതവൽക്കരണം, അതേപോലെയുള്ള സ്ഥിരമായി ചോദിക്കുന്ന സാമൂഹിക പ്രസ്ഥാനങ്ങൾ, സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, ഇതൊക്കെ തന്നെയാണ് ഇന്നും ആവർത്തിച്ച് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത്, മോഡൽ പരീക്ഷ സിമ്പിളാണെങ്കിൽ പബ്ലിക് എക്സാം കൂടുതൽ ബുദ്ധിമുട്ടേറിയതായിരിക്കും, ടഫായിരിക്കും എന്നർത്ഥം. അതുകൊണ്ട് നിങ്ങളൊന്നുകൂടെ പബ്ലിക് എക്സാമിന് വേണ്ടി നന്നായി പഠിക്കണം. ഇനി പഠിച്ചാൽ പോലും സോഷ്യോളജിയിൽ നിങ്ങൾക്ക് A+ ലഭിക്കുമെന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ആൻസർക്ക് ഒന്ന് നോക്കിയാലോ. എത്ര മാർക്കുണ്ടാവും ഏകദേശം? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ, എങ്ങനെയുണ്ട് എക്സാം എന്നൊക്കെ. ഒന്നാമത്തെ ചോദ്യം, ഡോമിനൻ്റ് കാസ്റ്റ് എന്നുള്ള കൺസെപ്റ്റിൻ്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ പ്രബലജാതി എന്ന ആശയം അവതരിപ്പിച്ച സോഷ്യോളജിസ്റ്റ് ആരാണ്? M.N. ശ്രീനിവാസാണ്. ആൻസർ ഏതാണ്? M.N. ശ്രീനിവാസ്. M.N. ശ്രീനിവാസിൻ്റെ കൺസെപ്റ്റുകളാണ് പ്രബലജാതി, ഡോമിനൻ്റ് കാസ്റ്റ്, സാൻസ്ക്രിറ്റൈസേഷൻ, സംസ്കൃതവൽക്കരണം, വെസ്റ്റേണൈസേഷൻ, അതേപോലെ പശ്ചാത്യവൽക്കരണം, എല്ലാം ആരുടെ കൺസെപ്റ്റാണ്? M.N. ശ്രീനിവാസിൻ്റെ കൺസെപ്റ്റാണ്. പ്രബലജാതിയുടെ പ്രത്യേകതകൾ, ഒന്ന് ജനസംഖ്യ കൂടുതലായിരിക്കും, രാഷ്ട്രീയമായി ഇവർ പവർഫുള്ളായിരിക്കും, പൊളിറ്റിക്കലി ഇവർ പവർഫുള്ളാണ്, രാഷ്ട്രീയ അധികാരമുള്ളവരായിരിക്കും, സാമ്പത്തികമായിട്ട് ഇവർ ഉന്നതരായിരിക്കും, ലാൻഡ് ഓണേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ധാരാളം ഭൂമിയുള്ള വിഭാഗമായിരിക്കും. പ്രബലജാതിക്ക് ഉദാഹരണമായിട്ടുള്ള ജാതികൾ ഏതൊക്കെയാണ്? പട്ടിദാർ, ഗുജറാത്തിലെ പട്ടിദാർ, പിന്നെയോ മറാത്തകൾ, ജാട്ട് വിഭാഗം, യാദവർ, ലിംഗായത്ത് വംശജർ, റെഡ്ഡി, കമ്മൻസ്, ഇതൊക്കെ പ്രബലജാതിക്ക് ഉദാഹരണമാണ്. അടുത്ത എക്സാമിന് ചിലപ്പോൾ ഇതൊക്കെ ആയിരിക്കും ചോദിക്കുക, പ്രബലജാതിക്ക് ഉദാഹരണമായിട്ടുള്ളത്. പട്ടിദാർ, മറാത്തകൾ, ലിംഗായത്ത് വംശജർ, ജാട്ട് വിഭാഗം, യാദവർ. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയിലെ സാംസ്കാരിക വൈവിധ്യത്തിൻ്റെ ഉദാഹരണം ഏതാണ്? താഴെ കുറച്ച് 4 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഇന്ത്യയുടെ കൾച്ചറൽ ഡൈവേഴ്സിറ്റിയുടെ ഉദാഹരണം ഏതാണ്? ആൻസർ ഡിഫറെൻറ്റ് ലാംഗ്വേജ് സ്പോക്കൺ ഇൻ വേരിയസ് സ്റ്റേറ്റ്, അല്ലെങ്കിൽ വിവിധ സംസ്ഥാനങ്ങളിൽ സംസാരിക്കുന്ന വ്യത്യസ്ത ഭാഷകൾ ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യത്തിന് ഉദാഹരണമാണ് അല്ലേ? വ്യത്യസ്തമായിട്ടുള്ള ഭാഷകൾ സംസാരിക്കുക, വ്യത്യസ്തമായിട്ടുള്ള മതങ്ങൾ. ഇന്ത്യ എന്ന് പറയുന്നത് നാനാത്വത്തിൽ ഏകത്വമുള്ള ഒരു രാജ്യമാണ്, വൈവിധ്യമാണ് ഇന്ത്യയുടെ പ്രത്യേകത. സർവധർമ്മ സമഭാവം, എല്ലാവരെയും ഒരേപോലെ അംഗീകരിക്കുന്ന ഒരു ജനവിഭാഗങ്ങൾ ഇവിടെയുണ്ട്, ഈ വ്യത്യസ്തതകൾ ഉണ്ടാകുമ്പോൾ പോലും. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വ്യക്തികൾക്ക് സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും കഴിയുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? വ്യക്തികൾക്ക് സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും കഴിയുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനെ പറയുന്ന പേരാണ് വിർച്വൽ മാർക്കറ്റ്, അല്ലെങ്കിൽ സാങ്കല്പിക വിപണി. സാങ്കല്പിക വിപണിയാണ് ആൻസർ. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് പ്രസിഡൻസി അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ അല്ലാതിരുന്ന സ്ഥലം ഏതാണ് എന്നാണ്. ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ബോംബെ, മദ്രാസ്, ഡൽഹി, കൽക്കത്ത. ആൻസർ ഏതാണ്? ഡൽഹിയാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് വളർച്ച നേരിട്ട പട്ടണങ്ങളാണ് ബോംബെ, മദ്രാസ്, കൽക്കത്ത. ഓക്കെ, ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ തകർച്ച നേരിട്ട പട്ടണങ്ങൾ ഏതൊക്കെയാണ്? ധാക്ക, മസൂലിപ്പട്ടണം, മുർഷിദാബാദ്. ഇതൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ തകർച്ച നേരിട്ട പട്ടണമാണ്. എന്നാൽ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ, കൊളോണിയൽ കാലഘട്ടത്തിൽ വളർച്ച പ്രാപിച്ച പട്ടണങ്ങളാണ് ബോംബെ, കൽക്കത്ത, മദ്രാസ് എന്നിവയൊക്കെ. ഈ ചോദ്യം നോക്കൂ, പുറമേ നിന്ന് നമ്മെ എങ്ങനെ വീക്ഷിക്കണമെന്ന് സോഷ്യോളജി നമ്മെ പഠിപ്പിക്കുന്നു. ഇതിന് പറയുന്ന പേരെന്താണ്? സെൽഫ് റിഫ്ലക്ഷൻ, സ്വയം പ്രതിഫലനം അല്ലെങ്കിൽ ആത്മപ്രതിഫലനമാണ് ആൻസർ. മറ്റുള്ളവർ എങ്ങനെ നമ്മെ നോക്കിക്കാണുന്നു എന്ന് കണക്കാക്കുന്നതിനെ ഏത് പേര് വിളിക്കാം? സ്വയം പ്രതിഫലനം എന്ന് വിളിക്കാം.
ആറാമത്തെ ചോദ്യം, സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ. ആരാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്നുള്ള കൺസെപ്റ്റിൻ്റെ ഉപജ്ഞാതാവ്? ഫെഡറിക് വിൻസ്ലോ ടൈലർ. ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ആഡം സ്മിത്തിൻ്റെ കൺസെപ്റ്റ് ഏതാണ്? ഇൻവിസിബിൾ ഹാൻഡ്, അദൃശ്യകരം. അതേപോലെ ഫ്രീ മാർക്കറ്റ്, സ്വതന്ത്ര വിപണിയും ഇൻവിസിബിൾ ഹാൻഡുമാരുടേതാണ്. ആഡം സ്മിത്തിൻ്റേതാണ്. കാൾ മാക്സിൻ്റേത് അന്യവൽക്കരണം. മാക്സ് വെബറിൻ്റേത് സ്റ്റാറ്റസ് സിമ്പൽ അല്ലെങ്കിൽ പദവി ചിഹ്നം. ക്ലിയർ അല്ലേ? സെവൻത്ത് ക്വസ്റ്റ്യൻ, ദി അഗ്രസീവ് ചൗവനിസം ബേസ്ഡ് ഓൺ റിലീജിയസ് ഐഡൻറ്റിറ്റി ഈസ് കോൾഡ്. മതപരമായ സ്വത്വത്തെ അടിസ്ഥാനമാക്കിയുള്ള ആക്രമണോത്സുകമായിട്ടുള്ള സങ്കുചിതത്തെ വിളിക്കുന്ന പേരാണ് വർഗീയത, കമ്മ്യൂണലിസം. വർഗീയതയാണ് ഇതിൻ്റെ ആൻസർ. എട്ടാമത്തെ ചോദ്യം, 4 സംസ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ശിശുലിംഗാനുപാതം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഏതാണ് എന്നാണ്. ആൻസർ ഏതാണ്? ഹരിയാനയാണ്. ഇതിൽ പഞ്ചാബും ശിശുലിംഗാനുപാതം കുറഞ്ഞ സംസ്ഥാനമാണ്. പക്ഷേ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം, ഏറ്റവും ശിശുലിംഗാനുപാതം കുറഞ്ഞത് ഹരിയാനയാണ്. 9ാമത്തെ ചോദ്യം, കാർഷിക പ്രസ്ഥാനത്തിന് ഉദാഹരണം തേബാഗ പ്രസ്ഥാനമാണ്. മഹർ പ്രസ്ഥാനം എന്താണ്? ദളിത് പ്രസ്ഥാനത്തിന് ഉദാഹരണമാണ്. കല്ലുമാല പ്രക്ഷോഭം എവിടെ നടന്നു? കേരളത്തിൽ നടന്ന പ്രക്ഷോഭമാണ് കല്ലുമാല സമരം. ജാർഖണ്ഡ് പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ആരാണ്? ബിർസ മുണ്ട. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? 10ാമത്തെ ചോദ്യം, ഗോത്രവിഭാഗമായിട്ടുള്ള ട്രൈബൽ ഗ്രൂപ്പായിട്ടുള്ള കാസികളുടെ പരമ്പരാഗത രാഷ്ട്രീയ സംവിധാനം, ഇവരുടെ ട്രഡീഷണൽ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് ഏത് പേരാണ് വിളിക്കുക? ദർബാർ കുർ എന്നാണ് ആൻസർ. എന്താണ് ആൻസർ? ദർബാർ കുർ. 11ാമത്തെ ചോദ്യം, ഗ്ലോക്കലൈസേഷൻ എന്നതിനെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതാനാണ്. ഗ്ലോക്കലൈസേഷൻ മീൻസ് എന്താണ്? ഗ്ലോക്കലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മിക്സിംഗ് ഓഫ് ഗ്ലോബൽ കൾച്ചർ ആൻഡ് റീജിയണൽ കൾച്ചർ. അതായത് ആഗോള സംസ്കാരവും പ്രാദേശിക സംസ്കാരവും ഇടകലരുന്നതിനെയാണ് ഗ്ലോക്കലൈസേഷൻ എന്ന് വിളിക്കുക. ആഗോള സംസ്കാരവും പ്രാദേശിക സംസ്കാരവും ഇടകലരുന്നതിനെയാണ് എന്ത് പറയുക? ഗ്ലോക്കലൈസേഷൻ എന്ന് പറയുക. ഈ ചോദ്യം പട്ടികപ്പെടുത്താനാണ്. കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സോഷ്യൽ ചേഞ്ചിൽപ്പെട്ട കാര്യം ഏതാണ്? സോഷ്യൽ മൂവ്മെൻറ്റിൽപ്പെട്ട കാര്യം ഏതാണ്? സാമൂഹിക മാറ്റത്തിൽപ്പെട്ട കാര്യമായതാണ്? സാമൂഹിക പ്രസ്ഥാനത്തിൽപ്പെട്ട കാര്യം ഏതാണ്? സാമൂഹിക മാറ്റത്തിൽപ്പെട്ടതാണ് സാൻസ്ക്രിറ്റൈസേഷൻ, സംസ്കൃതവൽക്കരണം. അതേപോലെ വെസ്റ്റേണൈസേഷൻ, പാശ്ചാത്യവൽക്കരണം. സാമൂഹിക മാറ്റത്തിൽ വിടുന്ന കാര്യം സംസ്കൃതവൽക്കരണവും പാശ്ചാത്യവൽക്കരണവും. സാമൂഹിക പ്രസ്ഥാനമാണ് ബ്രഹ്മസമാജം, വിവരാകാശ ക്യാമ്പയിൻ. ബ്രഹ്മസമാജം, വിവരാകാശ ക്യാമ്പയിൻ. ബ്രഹ്മസമാജത്തിൻ്റെ ഫൗണ്ടർ ആരാണ്? ഇത് എവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്? രാജാറാം മോഹൻ റോയിയാണ് ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപകൻ. ബംഗാളിലാണ് സ്ഥാപിച്ചത്. മിറാത്തുൽ അക്ബർ സമ്പാദ് കൗമുദി എന്നത് രാജാറാം മോഹൻ റോയിയുടെ ഗ്രന്ഥമാണ്. ഇദ്ദേഹം ഒരു ബഹുഭാഷാ പണ്ഡിതനാണ്. ഇതെല്ലാം നമ്മൾ പഠിച്ച കാര്യമാണ്. ആര്യ സമാജത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. സത്യശോധ സമാജ് സ്ഥാപിച്ചതാരാണ്? ജ്യോതിബ ഫൂലെ. അലിഗഡ് മൂവ്മെൻറ്റ് സ്ഥാപിച്ചതാരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഇന്ദുപ്രകാശ്, സോമപ്രകാശ് എന്നീ പുസ്തകങ്ങളുടെ രചയിതാവ് ആരാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ് അല്ലേ? ചോദ്യവും അതിൻ്റെ ആൻസറുമാണ്. ഈ ചോദ്യം നോക്കൂ. ചെരുമ്പടി ചേർക്കാനാണ്. മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ടത് ഹരിജൻ. പിന്നോക്ക വിഭാഗക്കാരെ, ദളിതരെ മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചത് ഹരിജൻ എന്നാണ്, ദൈവത്തിൻ്റെ മക്കൾ എന്നാണ്. അടുത്തത് കാക്ക കാലേൽക്കർ. ഫസ്റ്റ് OBC കമ്മിറ്റിയുടെ കമ്മീഷൻ ചെയർമാനാണ് കാക്ക കാലേൽക്കർ. എന്നാൽ നിങ്ങളോട് ചോദിക്കട്ടെ, രണ്ടാമത്തെ OBC കമ്മിറ്റിയുടെ കമ്മീഷൻ ചെയർമാൻ ആരാണ്? രണ്ടാമത്തെ OBC അല്ലെങ്കിൽ പിന്നോക്കവർഗ കമ്മീഷൻ ചെയർമാൻ ആരാണ്? BP മണ്ഡലാണ്. കേരള സർക്കാർ നിയോഗിച്ച പിന്നോക്ക കമ്മീഷൻ ആരാണ്? നെട്ടൂർ കമ്മീഷനാണ്. അപ്പോൾ ഒന്നാമത്തെ പിന്നോക്കവർഗ കമ്മീഷൻ കാക്ക കാലേൽക്കർ, രണ്ടാമത്തത് BP മണ്ഡൽ. കേരള സർക്കാർ നിയോഗിച്ചത് ആരാണ്? നെട്ടൂർ. അടുത്ത നോക്കാം, MG റാനഡെ. വിധവാ പുനർവിവാഹവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് MG റാനഡെ. അദ്ദേഹത്തിൻ്റെ സംഘടന പ്രാർത്ഥനാ സമാജ്. താരാബായ് ഷിൻഡെയുടെ ഗ്രന്ഥം ഏതാണ്? സ്ത്രീ പുരുഷ തുലന. താരാബായ് ഷിൻഡെയുടെ ഗ്രന്ഥം സ്ത്രീ പുരുഷ തുലന.
രാജാറാം മോഹൻ റോയ് സതിക്കെതിരെ പോരാട്ടം നടത്തിയ വ്യക്തിയാണ്. സതിക്കെതിരെ പോരാട്ടം നടത്തിയിട്ടുള്ള വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. അദ്ദേഹത്തിൻ്റെ സംഘടന ബ്രഹ്മസമാജം. സുൽത്താനാസ് ഡ്രീം, സുൽത്താനയുടെ സ്വപ്നം എന്നുള്ള ഗ്രന്ഥം എഴുതിയത് ആരാണ്? ബീഗം റുക്കിയ സഖാവത്ത് ഹുസൈൻ അല്ലേ? ബീഗം റുക്കിയാണ് സുൽത്താനാസ് ഡ്രീം. ക്ലിയർ അല്ലേ? ഇനി ഏതെങ്കിലും ചോദ്യത്തിന് ഉത്തരം കിട്ടാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് എല്ലാം അല്ലേ? ഇതിൻ്റെ അടുത്ത പാർട്ട് വേണോ? ആവശ്യമില്ലല്ലോ. ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണേ. താങ്ക് യു ഓൾ.